ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. നാളെ മുതൽ ചൊവ്വാഴ്ച വരെ വ്യാപക മഴയുണ്ടാകും. ഇന്ന് 12 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയിൽ കോട്ടയം, ഇടുക്കി ജില്ലകളുടെ മലയോര മേഖലയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതിന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. കടുത്ത വേനലിന് പിന്നാലെ ശക്തമായ മഴ. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ശക്തമായ മഴ ലഭിച്ചു. കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയർന്നു. മൂന്നിലവ് വാകക്കാട് റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു. കാഞ്ഞാർ, പുള്ളിക്കാനം, വാഗമൺ റോഡിന് സമീപം മണ്ണിടിഞ്ഞു. ഇടുക്കിയിൽ കട്ടപ്പന, പീരുമേട് മേഖലകളിലും ശക്തമായി മഴ പെയ്തു. ഹൈറേഞ്ചിൽ ശക്തമായ കാറ്റുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. വരും ദിവസങ്ങളിൽ കേരളത്തിൽ മഴ ശക്തിപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. മലയോര മേഖലകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 24 കോട്ടയം. തമിഴ്നാട് തെങ്കാശിയിലെ പഴയ കുറ്റാലം വെള്ളച്ചാട്ടം കാണാനെത്തിയ യുവാവ് ഒഴുക്കിൽപ്പെട്ടു മരിച്ചു. തിരുനെൽവേലി സ്വദേശി അശ്വിനാണ് മരിച്ചത്. പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് അശ്വിൻ അപകടത്തിൽപ്പെട്ടത്. തെങ്കാശി മേഖലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മഴ തുടരുന്നുണ്ട്. വനമേഖലയിലും മലകളിലും പെയ്ത ശക്തമായ മഴയാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായത്. കുട്ടികൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപകടം. സഞ്ചാരികൾ വേഗത്തിൽ ഓടിമാറി. ഇതിനിടെയാണ് അശ്വിൻ ഒഴുക്കിൽപ്പെട്ടത്. അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തി സഞ്ചാരികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് വെള്ളച്ചാട്ടത്തിന് സമീപത്തായി അശ്വിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ജില്ലയിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും കുറ്റാലം വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമുണ്ടായിരുന്നില്ല. 24 ചെന്നൈ. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇടുക്കി ഉടുമ്പൻചോലയിൽ കുമളി മൂന്നാർ സംസ്ഥാന പാതയിലും നെടുങ്കണ്ടം കമ്പം പാതയിലും മണ്ണിടിഞ്ഞ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. കണ്ണൂരിൽ തലശ്ശേരിയിലും അതുപോലെ മലപ്പുറത്തും മഴ ഇപ്പോഴും തുടരുകയാണ്. ഇന്നത്തെ മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുന്നു. പകർച്ചവ്യാധിയിൽ ജാഗ്രത വേണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ ആശങ്കയാവുകയാണ്. എറണാകുളം, മലപ്പുറവും ഉൾപ്പെടെ 12 മഞ്ഞപ്പിത്ത വ്യാപനം സ്ഥിരീകരിച്ചു ആരോഗ്യവകുപ്പ്. 10 പേർക്ക് വെസ്റ്റ് നൈൽ പനി ബാധിച്ചിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മലപ്പുറം സ്വദേശിയായ കുട്ടിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ല. നാളെയും മറ്റന്നാളുമായി സംസ്ഥാന വ്യാപക ശുചീകരണ യജ്ഞം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. എറണാകുളത്തും മലപ്പുറത്തും പ്രതിദിനം മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം കൂടുകയാണ്. എറണാകുളത്ത് വേങ്ങൂരിന് പിന്നാലെ കളമശ്ശേരി നഗരസഭയിലും രോഗം പടരുന്നു. 28 പേർക്കാണ് ഒരാഴ്ചക്കിടെ രോഗം സ്ഥിരീകരിച്ചത്. വൃത്തിഹീന സാഹചര്യം കണക്കിലെടുത്ത് നഗരസഭാ പരിധിയിലെ 5 ഭക്ഷണശാലകൾ പൂട്ടാൻ നിർദ്ദേശം നൽകി. വേങ്ങൂരിൽ 180 പേർക്കാണ് അസുഖം സ്ഥിരീകരിച്ചത്. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി. ഇപ്പോൾ സംസ്ഥാനത്ത് 12 ഇടങ്ങളിലാണ് ഔട്ട്ബ്രേക്ക് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുചിത്വമാണ്. വ്യക്തി ശുചിത്വം, അതോടൊപ്പം തന്നെ വീടുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 10 പേർക്കാണ് സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മരിച്ച 13 വയസ്സുകാരിക്കും വെസ്റ്റ് നൈൽ ബാധിച്ചിരുന്നു. എന്നാൽ മരണകാരണം ഇതുതന്നെയാണോ എന്ന് പൂനെയിൽ നിന്നുള്ള പരിശോധനാ ഫലം വന്ന ശേഷമേ സ്ഥിരീകരിക്കൂ. മലപ്പുറത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മരുന്നുകളോട് കുട്ടി പ്രതികരിക്കുന്നില്ല. ഗുണപ്രദമായ മരുന്ന് വിദേശത്ത് നിന്നെത്തിക്കാനുള്ള ശ്രമം ആരോഗ്യവകുപ്പ് തുടരുകയാണ്. സാഹചര്യം മെഡിക്കൽ ബോർഡ് വിലയിരുത്തുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി. ഒരു കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിലാണ് അല്പം സീരിയസ് ആയിട്ടുള്ളത്. വെന്റിലേറ്റർ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഉള്ളത്. സാധ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും നൽകുന്നുണ്ട്.
അപ്പോൾ ഇന്ന് ഓരോ രാവിലെയും വൈകിട്ടും എന്നുള്ള നിലയിൽ മെഡിക്കൽ ബോർഡ് തന്നെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നുണ്ട്. പകർച്ചവ്യാധി വ്യാപനം തടയാൻ നാളെയും മറ്റന്നാളും വ്യാപകമായ ശുചീകരണ യജ്ഞം നടത്തും. അവബോധ പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പ് നടത്തിവരുന്നുണ്ട്. ശുചീകരണം കൃത്യമായി നടന്നില്ലെങ്കിൽ ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികളും വ്യാപിച്ചേക്കുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. മന്ത്രിക്ക് മറുപടിയില്ലേ? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ ഡോക്ടർ ബിജോൺ ജോൺസനെ പോലീസ് ചോദ്യം ചെയ്യും. ഡോക്ടർ തെറ്റേറ്റു പറഞ്ഞിട്ടും ചിലർ ന്യായീകരിക്കുകയാണെന്ന് പെൺകുട്ടിയുടെ കുടുംബം പ്രതികരിച്ചു. വിഷയത്തിൽ വകുപ്പുതല നടപടിയെടുത്തിട്ടുണ്ടെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ മറുപടി. ഡോക്ടർ ബിജോൺ ജോൺസണെതിരെ മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. മെഡിക്കൽ കോളേജ് പോലീസ് ഡോക്ടറെ ചോദ്യം ചെയ്യും. ഡോക്ടർക്കെതിരായ വകുപ്പുതല അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഈ അന്വേഷണ റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് അധികൃതർ DMEക്കും ആരോഗ്യമന്ത്രിക്കും കൈമാറും. അതേസമയം ഡോക്ടർക്കെതിരായ നടപടി പെൺകുട്ടിയുടെ കുടുംബം സ്വാഗതം ചെയ്തു. തങ്ങളുടെ കുട്ടിക്കുണ്ടായ ദുരനുഭവം മറ്റാർക്കും ഉണ്ടാകരുതെന്നും കുടുംബം. പരാതിയൊക്കെ കൊടുത്തത് ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾക്ക് ഏതായാലും സംഭവിച്ച് ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം ഇനി ആർക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. കാരണം വെച്ചാൽ എന്തായാലും കേസ് ഷീറ്റ് ഇത് നോക്കിയിട്ടാണല്ലോ ഓപ്പറേഷൻ ചെയ്യുക. ഇത് കൈക്കുള്ളതാണ് ഇപ്പോൾ നാവിന് ചെയ്തത്. അപ്പം ഭയങ്കര അബദ്ധം തന്നെയാണ് സാറിന് പറ്റിയത്. എന്നാൽ വിഷയത്തിൽ കാര്യമായ പ്രതികരണത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മുതിർന്നില്ല. വകുപ്പുതല നടപടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു. ഞാൻ ആരോഗ്യവകുപ്പ് നടപടി എടുത്തിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ അറിയിക്കാം. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരിയുടെ കൈവിരലിലെ ശസ്ത്രക്രിയയ്ക്ക് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയത്. 24 കോഴിക്കോട്. തൃശൂരിൽ 5 വയസ്സുകാരന് മരുന്നു മാറി നൽകിയെന്ന പരാതിയിൽ ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിസ്റ്റിനെതിരെയാണ് പരാതി. ഡോക്ടർ എഴുതി നൽകിയ മരുന്ന് ഫാർമസിസ്റ്റ് തെറ്റി നൽകിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഈ മാസം 3-ാം തീയതിയായിരുന്നു സംഭവം. മുണ്ടുനീരിനെ തുടർന്നാണ് വരന്തരപ്പള്ളി പൗണ്ടിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടിയെക്കൊണ്ട് കുടുംബം ചികിത്സയ്ക്കെത്തിയത്. അവിടെ നിന്ന് ലഭിച്ച മരുന്ന് 5 ദിവസം കുട്ടി കഴിക്കുകയും ചെയ്തു. ഇതോടെ കുട്ടിയുടെ ആരോഗ്യനില വീണ്ടും വഷളാതിനെ തുടർന്ന് കാരിക്കുളം എസ്റ്റേറ്റിലെ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. അവിടെ വെച്ചാണ് കുട്ടി കഴിച്ചിരുന്ന മരുന്നും പ്രിസ്ക്രിപ്ഷനും തമ്മിൽ ഒത്തുനോക്കിയത്. ഇതോടെയാണ് കുട്ടി കഴിച്ചിരുന്നത് വേദനയുടെ ഗുളികയ്ക്ക് പകരം പ്രഷറിന്റെ ഗുളികയാണെന്ന് കണ്ടുപിടിച്ചത്. കടുത്ത തലവേദനയും ഛർദിയും ഉണ്ടായതോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിക്ക് വിദഗ്ധ ചികിത്സ നൽകിയിരുന്നു. തുടർന്നാണ് പിതാവ് DMOയ്ക്കും മെഡിക്കൽ സൂപ്രണ്ടിനും പരാതി നൽകിയത്. അതായത് 4-5 വയസ്സായ എന്റെ കുട്ടിക്കാണ് വേദനയുടെ ഗുളികയ്ക്ക് പകരം അവർ തന്നത് BP-യുടെ ഗുളിക. അപ്പൊ കുട്ടിക്ക് ഇത് കഴിച്ച് വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അവർ പോയി മെഡിസിനിൽ പോയി ചോദിച്ചപ്പോൾ ഫാർമസിയിലെ മരുന്ന് തന്ന ആളോട് പോയി ചോദിച്ചപ്പോൾ അവർ ഈ ആള് പറഞ്ഞത് ഈ ഗുളിക അവിടുന്ന് തന്ന ഗുളിക അല്ലാന്ന് പറഞ്ഞത്. അപ്പൊ ഈ 4 ഗുളിക എനിക്ക് കിട്ടിയത് ഹോസ്പിറ്റലിൽ കിട്ടിയ ഗുളികയാണ്. ഈ പരാതിയെ തുടർന്നാണ് ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിൽ സംഭവം അന്വേഷിക്കാൻ DMO നിർദ്ദേശിച്ചത്. അതേസമയം മാറി നൽകിയെന്ന് പറയുന്ന മരുന്ന് ആ സമയത്ത് വരന്തരപ്പള്ളി ആശുപത്രിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് അധികൃതരുടെ വിശദീകരണം. 24 തൃശൂർ. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വഴിതെളിച്ചവന് ജാമ്യം. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുൽ P. ഗോപാലിന്റെ സഹായി രാജേഷിന് ജാമ്യം. കോഴിക്കോട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വിദേശത്തേക്ക് കടക്കാൻ രാഹുലിനെ സഹായിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. രാഹുലിനായി ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു. പ്രതിയായ രാഹുൽ P. ഗോപാൽ കോഴിക്കോട് നിന്നും റോഡ് മാർഗമാണ് ബംഗളൂരുവിലെത്തിയത്. പിന്നീട് വിദേശത്തേക്ക് കടന്നു. ഇതിലുൾപ്പെടെ മാങ്കാവ് സ്വദേശിയായ രാജേഷ് സഹായം നൽകിയെന്നാണ് കണ്ടെത്തൽ. പെൺകുട്ടിയുടെ മൊഴിയിലും രാജേഷിനെതിരായ പരാമർശമുണ്ട്. വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യം ലഭിക്കാവുന്ന കുറ്റത്തിന് പ്രതിയെ റിമാൻഡ് ചെയ്യണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത് നിയമവിരുദ്ധമെന്ന് രാജേഷിന്റെ അഭിഭാഷകൻ പറഞ്ഞു. കോടതിയിൽ കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യണം എന്നുള്ള റിമാൻഡ് റിപ്പോർട്ട് അടക്കമാണ് കൊണ്ടുവന്നത്. ഒരിക്കലും 212 വകുപ്പിൽ റിമാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ റിമാൻഡ് റിപ്പോർട്ട് കൊടുക്കുന്നത് ഇല്ലീഗൽ. ജർമ്മനിയിലുള്ള പ്രതി രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കേരള പോലീസ് CBIയുടെ സഹായത്തോടെ ഇന്റർപോൾ വഴി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കി. ജർമ്മനി, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ വിവരങ്ങൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം.
അതേസമയം രാഹുലിന്റെ അമ്മയും സഹോദരിയും ഇന്നും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. അന്വേഷണ സംഘം വീണ്ടും നോട്ടീസ് നൽകും. 24 കോഴിക്കോട്. ഇനി നമ്മൾ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. 5ാം ഘട്ടത്തിലെ തന്ത്രങ്ങൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with DuraShine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയിലെ ഭിന്നത തുറന്ന പോരിലേക്ക്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA വിഭവ് കുമാറിനെതിരെ പരാതി നൽകിയ സ്വാതി മലിവാൾ MP BJPയുടെ ചട്ടുകമാണെന്ന് മന്ത്രി അതിഷി ആരോപിച്ചു. ഇന്നലെ വരെ തന്നെ പിന്തുണച്ച പാർട്ടി ഇന്ന് യു-ടേൺ എടുക്കാൻ കാരണം വിഭവ് കുമാറിന്റെ ഭീഷണിയാണെന്ന് സ്വാതി മലിവാൾ തിരിച്ചടിച്ചു. അതിനിടെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഡൽഹി പോലീസ് തെളിവെടുപ്പ് നടത്തി. അരവിന്ദ് കെജ്രിവാളിന്റെ PA വിഭവ് കുമാറിൽ നിന്ന് ക്രൂരമായി മർദ്ദനമേറ്റുവെന്ന സ്വാതി മലിവാളിന്റെ മൊഴി പൂർണ്ണമായും തള്ളുകയാണ് ആം ആദ്മി പാർട്ടി. അരവിന്ദ് കെജ്രിവാളിനെ ലക്ഷ്യം വെച്ച് സ്വാതിയെ അയച്ചത് BJP ആണെന്ന് മന്ത്രി അതിഷി തുറന്നടിച്ചു. स्वाति मालीवाल जी उस ड्राइंग रूम में बहुत आराम से बैठी हुई हैं. वो पुलिस कर्मियों को ऊंची आवाज में डरा रही हैं, धमका रही हैं. विभव कुमार जी पर जिस पर उन्होंने आरोप लगाया है, ऊंची आवाज में उनको भी धमका रही हैं, उनके लिए अपशब्दों का प्रयोग कर रही हैं. സ്വീകരണ മുറിയിൽ വെച്ച് മർദ്ദനമേൽക്കുമ്പോൾ വീട്ടിൽ കെജ്രിവാൾ ഉണ്ടായിരുന്നുവെന്ന സ്വാതിയുടെ മൊഴിയും ആം ആദ്മി പാർട്ടി തള്ളി. मुख्यमंत्री जी उस समय अवेलेबल नहीं थे, उपलब्ध नहीं थे, इसलिए वो बच गए. फिर स्वाति मालीवाल जी ने विभव कुमार पर आरोप लगाए. ഇന്നലെ പാർട്ടിയിലെത്തിയ നേതാക്കളാണ് തന്നെ BJP ഏജന്റ് എന്ന് മുദ്ര കുത്തുന്നതെന്ന് സ്വാതി മലിവാൾ മറുപടി നൽകി. 8 തവണ കരണത്തടിച്ച വിഭവ് കുമാർ നെഞ്ചിലും വയറ്റിലും ഇടുപ്പിലും ചവിട്ടിയെന്നാണ് FIR-ൽ പറയുന്നത്. തൊട്ടു പിന്നാലെ സംഭവ ദിവസത്തെ ദൃശ്യങ്ങൾ ആം ആദ്മി പാർട്ടി X അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടു. ഉദ്യോഗസ്ഥരും സ്വാതി മലിവാളും തർക്കിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ. മിനിറ്റുകൾക്കകം ആം ആദ്മി പാർട്ടി ദൃശ്യം ഡിലീറ്റ് ചെയ്തെങ്കിലും സ്വാതി മലിവാളിന്റെ വാദങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുക ലക്ഷ്യം വെച്ചാണ് പാർട്ടിയുടെ നീക്കം. മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തിയ ഡൽഹി പോലീസ് വിഭവിനെ കസ്റ്റഡിയിലെടുക്കാനാണ് നീക്കം. അതേസമയം പാർട്ടി കൈവിട്ട സ്വാതി മലിവാളിന്റെ രാഷ്ട്രീയ നീക്കവും ആം ആദ്മി പാർട്ടിക്ക് നിർണായകമാകും. 24 ഡൽഹി. രാഹുൽ ഗാന്ധിക്ക് വോട്ട് തേടി റായ്ബറേലിയിൽ പ്രചാരണത്തിനിറങ്ങി സോണിയാഗാന്ധി. തന്റെ മകനെ നിങ്ങളെ ഏൽപ്പിക്കുന്നുവെന്ന് സോണിയാഗാന്ധി ജനങ്ങളോട് പറഞ്ഞു. നരേന്ദ്രമോദിയെ ഭയമില്ലെന്നും ഭയം മോദിക്കാണെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അയോധ്യ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണം. റായ്ബറേലിയിലെ ഇന്ത്യ സഖ്യത്തിന്റെ സംയുക്ത റാലിയിലെ സോണിയാഗാന്ധിയുടെ ഓരോ വാക്കും വൈകാരികമായി. ഇന്ദിരാഗാന്ധിയും റായ്ബറേലിയും പഠിപ്പിച്ചതെല്ലാം താൻ മക്കൾക്ക് പകർന്നു നൽകി. മകനെ റായ്ബറേലിയെ ഏൽപ്പിക്കുന്നുവെന്നും തന്നെ കണ്ടതുപോലെ രാഹുലിനെയും കാണണമെന്നും സോണിയ. റായ്ബറേലി मेरा परिवार है, वैसे अमेठी भी मेरा घर है. न सिर्फ मेरे जीवन की कोमल यादें यहाँ से जुड़ी हुई हैं. ED ചോദ്യം ചെയ്യലും ലോക്സഭാംഗത്വം റദ്ദാക്കിയതുമടക്കം മറ്റു വേദികളിൽ പറയാത്തത് പലതും രാഹുൽ റായ്ബറേലിയിൽ പറഞ്ഞു. മോദിയെ ഭയമില്ലെന്നും ഭയപ്പെടുന്നത് മോദിയെന്നും രാഹുൽ. पहली बार किसी राजनीतिक पार्टी ने, उनके नेताओं ने साफ कहा कि हम इस संविधान को खत्म कर देंगे, नष्ट कर देंगे, फेंक देंगे. ജൂൺ 4 മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കില്ല എന്ന് താൻ എഴുതി നൽകാമെന്നും രാഹുൽ. ഉത്തർപ്രദേശിൽ പ്രചാരണം ശക്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനും SPക്കുമെതിരെ രാമക്ഷേത്രം ആയുധമാക്കി. सपा कांग्रेस केवल आपका वोट तो ले लेते हैं, लेकिन ये लोग सरकार में आते हैं तो सौगात किसको बांटते हैं?
वे सौगात उनको बांटते हैं जो उनके लिए वोट जिहाद करता है. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഭീകരവാദി അനുഭാവികളെന്ന ഗുരുതര ആരോപണവും ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി ഉന്നയിച്ചു. 24 ഡൽഹി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ RMP കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. വടകര പോലീസിന്റേതാണ് നടപടി. താൻ പറഞ്ഞതിൽ നിയമപരമായി തെറ്റില്ലെന്നും രാഷ്ട്രീയമായി തെറ്റുള്ളതുകൊണ്ടാണ് ഖേദം പ്രകടിപ്പിച്ചതെന്നും ഹരിഹരൻ പിന്നീട് പ്രതികരിച്ചു. UDF സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിനിലായിരുന്നു KS ഹരിഹരന്റെ വിവാദ പരാമർശം. വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി KK ശൈലജയെയും നടി മഞ്ജു വാര്യരെയും അധിക്ഷേപിച്ചായിരുന്നു പ്രസംഗം. സംഭവത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പരാതി നൽകിയതോടെ സ്ത്രീ അധിക്ഷേപം, കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. പിന്നീട് ചോദ്യം ചെയ്യാനായി ഹാജരാകാൻ ഹരിഹരന് നോട്ടീസ് നൽകി. ഇതേ തുടർന്നാണ് ഹരിഹരൻ വടകര സ്റ്റേഷനിലെത്തി മൊഴി നൽകിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഹരിഹരനെ ജാമ്യത്തിൽ വിട്ടു. രാഷ്ട്രീയ പ്രസംഗങ്ങളിലെ ഉപമകളിൽ തെറ്റില്ലെന്ന് ഹരിഹരൻ. കേരളത്തിൽ ധാരാളം പേര് പല രീതിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷേ അവർക്കെതിരെയൊന്നും അങ്ങനെ കേസെടുത്തിട്ടില്ല. അതിനുശേഷം വലിയ സൈബർ ആക്രമണമാണ് എനിക്കും KK രമേടക്കുള്ളവർക്കും എതിരെ ഉണ്ടായത്. വ്യക്തികളുടെ പേര് പ്രസംഗത്തിൽ പറയുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷേ അതല്ല പ്രശ്നം. രാഷ്ട്രീയമായിട്ട് എൻ്റെ പാർട്ടിയുടെ സ്ത്രീകളോടുള്ള സമീപനത്തോട് യോജിക്കുന്നൊരു നിലപാടായിരുന്നില്ല. അത് അബോധമായിട്ട് വന്ന ഒരു പ്രയോഗമാണ്. തനിക്കെതിരെ നടന്ന അക്രമങ്ങളിൽ പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് ഹരിഹരൻ പറഞ്ഞു. വിഷയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും ഹരിഹരൻ പ്രതികരിച്ചു. 24 കോഴിക്കോട്. കാസർഗോഡ് കോൺഗ്രസിൽ വിവാദം അവസാനിക്കുന്നില്ല. ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ ഏൽപ്പിച്ച തെരഞ്ഞെടുപ്പ് ഫണ്ട് ചില മണ്ഡലം പ്രസിഡന്റുമാർ മുക്കിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. DCC ഓഫീസിൽ UDF കൺവീനർ MM ഹസൻ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഈ ആരോപണം. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹത്തിൽ തുടങ്ങിയതാണ് ജില്ലാ കോൺഗ്രസിനുള്ളിലെ കല്ലുകടി. ജില്ലയിലിപ്പോൾ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കളും രാജ്മോഹൻ ഉണ്ണിത്താനെ പിന്തുണയ്ക്കുന്നവരും രണ്ട് പക്ഷം. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയും രാജ്മോഹൻ ഉണ്ണിത്താനും തുടങ്ങിവെച്ച പരസ്യപ്പോരിന് KPCC അധ്യക്ഷൻ K സുധാകരൻ തടയിട്ടു. വിഷയം പഠിക്കാൻ കമ്മീഷനെയും വെച്ചു. എന്നിട്ടും പാർട്ടിക്കുള്ളിലെ കലഹം തീരുന്ന മട്ടില്ല. UDF കൺവീനർ MM ഹസൻ പങ്കെടുത്ത പരിപാടിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ പ്രസംഗമാണ് പുതിയ വിവാദം. അതും പുറത്തുവിട്ടത് കോൺഗ്രസിലെ ഒരു വിഭാഗം. മണ്ഡലം ബസിന് ആവശ്യമുള്ള പൈസ കൊടുത്തിട്ടുണ്ട്, ബ്ലോക്ക് ബസിന് ആവശ്യമുള്ള കൊടുത്തു, UDFന് ആവശ്യമുള്ള കൊടുത്തു, ബൂത്തിൽ കൊടുക്കാൻ കൊടുത്തു പൈസ, ബൂത്തിനുള്ള പൈസ. അതൊന്നും എടുത്തു മാറ്റാനൊന്നും ആരെയും നമ്മൾ സമ്മതിക്കത്തില്ല. ആ സമ്മതിച്ച ആളുകളെല്ലാം നമുക്കറിയാം. അപ്പൊ നമ്മള് കൊടുക്കേണ്ട പൈസ ബൂത്തിൽ കൊടുക്കേണ്ട, ബൂത്തിൽ മണ്ഡലത്തിൽ കൊടുക്കേണ്ട, അതാണ് നമ്മൾ ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാനും ഫണ്ട് വെട്ടിക്കാനും ഒരു വിഭാഗം നേതാക്കൾ ശ്രമിച്ചെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ബ്ലോക്ക് മണ്ഡലം നേതാക്കൾക്കെതിരെയാണ് ഈ വിമർശനം. ഇതിനു മറുപടിയുമായി KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ വീണ്ടും വരുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 24 കാസർഗോഡ്. ഒത്തുകളിച്ചത് ആരൊക്കെ? സോളാർ സമരം അവസാനിപ്പിച്ചതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം നടത്തിയ വെളിപ്പെടുത്തലിൽ വെട്ടിലായി CPIM-ഉം കോൺഗ്രസും. ജോൺ ബ്രിട്ടാസിനെ ഇടനിലക്കാരനാക്കി CPIM സമരം അവസാനിപ്പിക്കാൻ മുൻകൈയെടുത്തു എന്നായിരുന്നു ജോൺ മുണ്ടക്കയത്തിന്റെ ആരോപണം. എന്നാൽ ചെറിയാൻ ഫിലിപ്പ് വഴി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ബന്ധപ്പെടുകയായിരുന്നുവെന്ന് ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു. ഇക്കാര്യം ചെറിയാൻ ഫിലിപ്പും സ്ഥിരീകരിച്ചു. ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താനില്ല എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിലപാട്. സമകാലിക മലയാളം വാരികയിലെ സോളാർ ഇരുണ്ടപ്പോൾ എന്ന ലേഖനത്തിലാണ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ ജോൺ ബ്രിട്ടാസ് തന്നെ ഫോണിൽ വിളിച്ചു. CPIM നേതാക്കളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഫോൺ വിളിച്ചത്. ജുഡീഷ്യൽ അന്വേഷണം വാർത്താ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചാൽ സമരം അവസാനിപ്പിക്കാമെന്നായിരുന്നു പറഞ്ഞത്. താൻ ഇക്കാര്യം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ വിളിച്ചു പറഞ്ഞു. ഒത്തുതീർപ്പിനായി CPIM നേതാക്കൾ ക്ലിഫ് ഹൗസിലെത്തിയെന്നും ജോൺ മുണ്ടക്കയം 24-നോട് പറഞ്ഞു. ചർച്ച നടന്നു എന്നുള്ളത് എനിക്കറിയാം. അതിനുശേഷം CPIM-ന് ചില ആളുകൾ ക്ലിഫ് ഹൗസിലെത്തി സംഭാഷണം നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനെ തുടർന്നാണ് സമരം തീർന്നത്. സമരം അവസാനിപ്പിക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് അറിയിച്ച് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തന്നെ ബന്ധപ്പെട്ടതെന്ന് ജോൺ ബ്രിട്ടാസ്. അന്ന് കൈരളിയിൽ പ്രവർത്തിക്കുകയായിരുന്ന ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലാണ് തിരുവഞ്ചൂർ വിളിച്ചതെന്നും ജോൺ മുണ്ടക്കയവുമായി താൻ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും ബ്രിട്ടാസ് വിശദീകരിച്ചു.
ജോൺ മുണ്ടക്കയുമായിട്ട് ഞാൻ ഈ സോളാർ വിഷയം ചർച്ച ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവനയുടെ ഭാഗം. യഥാർത്ഥത്തിൽ ജോണുമായിട്ട് അങ്ങനെ യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല. ബ്രിട്ടാസ് വിളിച്ചുവെന്ന ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ ശരിവെക്കുന്നതായിരുന്നു നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ പ്രതികരണം. അന്ന് സമരം അവസാനിപ്പിക്കേണ്ടത് ആഭ്യന്തരമന്ത്രിയായിരുന്ന തന്റെ ഉത്തരവാദിത്തമായിരുന്നുവെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. എന്നാൽ ജോൺ ബ്രിട്ടാസിന്റെ വിശദീകരണം ശരിവെച്ച് ചെറിയാൻ ഫിലിപ്പ് രംഗത്തെത്തി. ആ സമയത്ത് ശ്രീ ജോൺ ബ്രിട്ടാസിന്റെ മുറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എൻ്റെ ഫോണിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജോൺ ബ്രിട്ടാസും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും തമ്മിലുള്ള ഫോൺ വിളിക്ക് ഞാനാണ് സന്ദർഭമൊരുക്കിയത്. അവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നടത്തിയ ആലോചന അടിസ്ഥാനത്തിൽ വൈകുന്നേരം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വീട്ടിലേക്ക് ജോൺ ബ്രിട്ടാസും ഞാനും ഒരുമിച്ചാണ് പോയത്. വെളിപ്പെടുത്തലും പ്രതികരണങ്ങളുമായതോടെ സോളാർ സമരത്തിൽ ഒത്തുതീർപ്പുണ്ടായി എന്ന ആക്ഷേപം വീണ്ടും സജീവ ചർച്ചയായി. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ ഓഫീസുകളിൽ ഗുരുതര ക്രമക്കേടുകളെന്ന് വിജിലൻസ് കണ്ടെത്തൽ. നിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടും സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല. വൻകിട ഉൽപ്പാദകർക്ക് ലൈസൻസ് അനുവദിച്ചതിലും ക്രമക്കേട് കണ്ടെത്തി. കടുത്ത നടപടി ആവശ്യപ്പെട്ട് സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് വിജിലൻസ് അറിയിച്ചു. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് ഉൾപ്പെടെ 67 ഓഫീസുകളിലാണ് വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ അപ്പറ്റൈറ്റ് എന്ന പേരിൽ വിജിലൻസ് ഭക്ഷ്യസുരക്ഷാ ഓഫീസുകളിൽ പരിശോധന നടത്തിയത്. ഇന്നലെ രാവിലെ 11 മണിക്ക് ആരംഭിച്ച പരിശോധന രാത്രി വരെ നീണ്ടു. ഗുരുതര ക്രമക്കേടുകളാണ് വിജിലൻസ് കണ്ടെത്തിയത്. നിലവാരം കുറഞ്ഞ ഭക്ഷ്യ ഉൽപ്പാദകരെ കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ല. നടപടി ഒഴിവാക്കാൻ പരിശോധനാ ഫലവും ഫയലുകളും പൂഴ്ത്തി. വൻകിട ഭക്ഷ്യ ഉൽപ്പാദകർക്ക് ചെറുകിട കച്ചവടക്കാർക്കുള്ള രജിസ്ട്രേഷൻ നൽകി. പല സ്ഥലങ്ങളിലും ലൈസൻസ് സംബന്ധിച്ച റെക്കോർഡുകൾ സൂക്ഷിക്കുന്നില്ല. സുരക്ഷിതമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ തിരിച്ചെടുക്കാൻ റീകോൾ ലെറ്റർ അയക്കുന്നതിൽ വീഴ്ച വരുത്തി തുടങ്ങിയവയാണ് പ്രധാന കണ്ടെത്തലുകൾ. റാന്നി ഭക്ഷ്യസുരക്ഷാ ഓഫീസ് പ്രവർത്തനം പോലും ഉണ്ടായിരുന്നില്ല. എറണാകുളം ഉൾപ്പെടെ 10ഓളം ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ഉൾപ്പെടെ പരാതി പരിഹാരം കൃത്യമായി നടക്കുന്നില്ലെന്നും വിജിലൻസ് കണ്ടെത്തി. എറണാകുളം ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ കേടായ റെഫ്രിജറേറ്ററിലാണ് പരിശോധനയ്ക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. തുടർ നടപടിക്ക് ശുപാർശ ചെയ്ത് അടിയന്തരമായി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് വിജിലൻസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. ക്നാനായ യാക്കോബായ സമുദായം മെത്രാപ്പൊലീത്ത മാർ കുര്യാക്കോസ് സെവേറിയോസിനെ സസ്പെൻഡ് ചെയ്തു. അന്ത്യോക്യ പാത്രിയാർക്കീസിന്റേതാണ് ഉത്തരവ്. പാത്രിയാർക്കീസിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഭരണഘടന ഭേദഗതി നടത്താനുള്ള നീക്കം നടത്തിയെന്നാണ് ആരോപണം. അതേസമയം ഇതിനെതിരെ ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. അധികാരത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ജ്ഞാനായ യാക്കോബായ സഭയിലും പൊട്ടിത്തെറിക്ക് കാരണമായത്. പാത്രിയാർക്കീസിന്റെ കൽപ്പനകൾ പാലിക്കുന്നില്ലെന്ന് കാട്ടി പരാതികൾ ലഭിച്ചതോടെയാണ് സസ്പെൻഷനിലേക്ക് കാര്യങ്ങളെത്തിയത്. പൗരോഹിത്യ ചുമതലകളിൽ നിന്നടക്കമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഉത്തരവിനെതിരെ അസോസിയേഷനും ഒരു വിഭാഗം വിശ്വാസികളും പ്രതിഷേധവുമായി രംഗത്തെത്തി. സഹായമെത്രാൻമാർ അധികാരത്തിനു വേണ്ടി നടത്തുന്ന നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് ഇവർ പറയുന്നത്. ഈ സാഹചര്യത്തിൽ വ്യക്തത തേടി പാത്രിയാർക്കീസിന് കത്തയക്കാനും അസോസിയേഷൻ തീരുമാനിച്ചു. ഇതിനകത്ത് ഞങ്ങളുടെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാരുണ്ട്. അവർ കൊടുത്ത ഒരു കേസ്, ഈ കേസ് ബാബായെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. ഇത് ക്നാനായ സമുദായ മെത്രാപ്പൊലീത്തായും ക്നാനായ കമ്മിറ്റിയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കേസാണെന്ന്. എന്നാൽ സമുദായ മെത്രാപ്പൊലീത്തയുടെ നീക്കങ്ങളിൽ ശക്തമായ എതിർപ്പാണ് സഹായമെത്രാൻമാർക്കുള്ളത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഇവർ തീരുമാനിച്ചു. പാത്രിയാർക്കീസ് ബാവയുടെ അധികാരപരിധി വെട്ടിച്ചുരുക്കാൻ പുതിയ ഭരണഘടനാ ഭേദഗതിയിലൂടെ നീക്കം നടന്നുവെന്നാണ് സഹായമെത്രാൻമാർ ആരോപിക്കുന്നത്. എന്നാൽ സഹായമെത്രാൻമാർ സമുദായമെത്രാൻമാരുടെ അധികാരം കയ്യേറാൻ ശ്രമിക്കുന്നുവെന്നാണ് മറുഭാഗം പറയുന്നത്. 21-ാം തീയതി അസോസിയേഷൻ യോഗം ചേരാനിരിക്കെയാണ് തർക്കം രൂക്ഷമായിരിക്കുന്നത്. 24 കോട്ടയം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പടന്നക്കാട്ടെ പ്രതി എവിടെ? കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതി ആരെന്നുറപ്പിക്കാതെ പോലീസ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടും വ്യക്തത വരുത്താൻ കഴിയാത്തതാണ് അന്വേഷണ സംഘത്തെ കുഴക്കുന്നത്. പോലീസ് സംശയാസ്പദമായി കസ്റ്റഡിയിലെടുത്ത യുവാവിന്റെ രക്തസാമ്പിളുകൾ DNA പരിശോധനയ്ക്ക് അയച്ചു. 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ
200 CCTVകളും 400-ലേറെ വീടുകളും പരിശോധിച്ചെങ്കിലും പ്രതിയെക്കുറിച്ചുള്ള ആധികാരിക വിവരങ്ങൾ ലഭിക്കാത്തതാണ് പോലീസിനെ കുഴക്കുന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായി പറയുന്ന സമയത്ത് സമീപത്തെ വീട്ടിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദൃശ്യങ്ങളിൽ വ്യക്തതയില്ലെന്നും പ്രതിയാരെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും അന്വേഷണ സംഘം. ലഹരിമരുന്ന് കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായ പടന്നക്കാട് സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ രക്തസാമ്പിളുകൾ അന്വേഷണ സംഘം DNA പരിശോധനയ്ക്കയച്ചു. കാഞ്ഞങ്ങാട് DYSP VV ലതീഷിന്റെ നേതൃത്വത്തിൽ 26-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി P ബിജോയും നോർത്ത് DIG തോംസൺ ജോസും അന്വേഷണ പുരോഗതി വിലയിരുത്തി. 24 കാസർഗോഡ്. കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയ അരവണ നശിപ്പിക്കാൻ ടെൻഡർ ക്ഷണിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഏലക്കായിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഹൈക്കോടതി വിൽപ്പന തടഞ്ഞ അരവണയാണ് നശിപ്പിക്കുന്നത്. 5 കോടിയിലധികം രൂപയുടെ അരവണയാണ് നശിപ്പിക്കേണ്ടത്. ഏലക്കയിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഹൈക്കോടതി വിൽപ്പന തടഞ്ഞ 6 ലക്ഷത്തിലധികം വരുന്ന അരവണയാണ് നശിപ്പിക്കാൻ ദേവസ്വം ബോർഡ് ടെൻഡർ വിളിച്ചിരിക്കുന്നത്. സന്നിധാനത്തെ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന അരവണ 45 ദിവസത്തിനുള്ളിൽ നശിപ്പിക്കണമെന്നാണ് ദേവസ്വം ബോർഡ് ടെൻഡറിൽ സൂചിപ്പിക്കുന്നത്. വന്യമൃഗങ്ങൾ ഉള്ളതിനാൽ പമ്പയ്ക്ക് പുറത്തെത്തിച്ച് അരവണ നശിപ്പിക്കണം. അരവണ ടിന്നുകളിൽ അയ്യപ്പന്റെ ചിത്രമുള്ളതിനാൽ വിശ്വാസത്തിൽ മുറിവേൽപ്പിക്കാത്ത രീതിയിൽ നശിപ്പിക്കണമെന്നും ടെൻഡർ നോട്ടീസിൽ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നു. 5 കോടിയിലധികം രൂപയുടെ അരവണ ശാസ്ത്രീയമായി നശിപ്പിക്കാനാണ് ഏജൻസികളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചിരിക്കുന്നത്. അരുൺ രാജ്, 24 കൊല്ലം. സ്വാതി മാലിവാൾ MPക്കെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA വിഭവ് കുമാർ പോലീസിൽ പരാതി നൽകി. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി. വിഭവ് കുമാർ മർദ്ദിച്ചെന്ന സ്വാതി മാലിവാളിന്റെ പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് പുതിയ പരാതി. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഈ വിഷയത്തിൽ അത്യന്തം നാടകീയ നീക്കങ്ങളാണല്ലോ ഡൽഹിയിൽ നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരാഴ്ച ബാക്കി നിൽക്കുന്നു. 25-നാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ്. അതുവരെ ഇത് വളരെ സജീവ വിഷയമാക്കാൻ BJP താല്പര്യപ്പെടുന്നുണ്ടാകും സ്വാഭാവികമായും. എന്താണ് മുഖ്യമന്ത്രിയുടെ ആം ആദ്മി പാർട്ടിയുടെ പുതിയ നീക്കം? വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ അത്യന്തം നാടകീയമായ സംഭവങ്ങളാണ് ഇന്നും അരങ്ങേറിയത്. കാരണം സ്വാതി മലിവാളിന്റെ FIRന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ തന്നെ ഒരു മൊബൈൽ ദൃശ്യം 52 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു മൊബൈൽ ദൃശ്യം വന്നു. അതിൽ സ്വാതി മലിവാൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി തർക്കിക്കുന്ന ദൃശ്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് വൈകിട്ട് സ്വാതി മലിവാളുമൊത്ത് ഒരു തെളിവെടുപ്പ് അവിടെ നടക്കുന്ന സാഹചര്യമുണ്ടായി. എന്തെങ്കിലും ഏറ്റവും ഒടുവിലായി സിവിൽ ലൈൻസ് പോലീസിനാണ് ഇപ്പോൾ വിഭവ് കുമാർ പരാതി നൽകിയിരിക്കുന്നത്. രേഖാമൂലം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല സുരക്ഷാ വീഴ്ചയുണ്ടാക്കി, കൂടാതെ അവിടെ ബഹളം വെച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അത്തരത്തിൽ രാവിലെ 8:40 സ്വാതി മലിവാൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയുമായി ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ തിരിച്ചറിവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ തേടി അതിനുശേഷം സ്വാതി മലിവാളിന്റെ ഈ അപ്പോയിന്റ്മെന്റ് രേഖകളൊക്കെ തന്നെ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ല എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി അവിടെ വാക്കുതർക്കം ഉണ്ടാവുകയാണ് ചെയ്തത്. പക്ഷേ സ്വാതി മലിവാൾ ഒരു തെറ്റായ വ്യാഖ്യാനമാണ് ഈ വിഷയത്തിൽ ഈ സംഭവത്തിൽ ഉൾപ്പെടെ അടക്കം നടത്തുന്നൊരു പരാതിയാണ് ഇപ്പോൾ വിഭവ് കുമാർ പോലീസിന് നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു വിശദമായ പരാതി തന്നെ ഇതിൽ നൽകിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ സ്വാതി മലിവാൾ ഏറ്റവും ഒടുവിലായി തന്റെ എക്സ് അക്കൗണ്ടിലെ പ്രൊഫൈൽ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. നേരത്തെ മോദി കാ സബ്സെ ബഡാ ഡർ കെജ്രിവാൾ എന്ന ഒരു പ്രൊഫൈൽ പിക്ചറായിരുന്നു സ്വാതി മലിവാൾ ഉപയോഗിച്ചിരുന്നത്. ആം ആദ്മി പാർട്ടി നേതാക്കളടക്കം എല്ലാവരും ആ ചിത്രം വെച്ചാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരണം നടത്തുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ സ്വാതി മലിവാൾ ആ ചിത്രം മാറ്റി ഒരു ചിത്രം പൂർണ്ണമായി നീക്കിക്കൊണ്ട് ഒരു കറുത്ത നിറത്തിലുള്ള ഒരു ചിത്രം ഇപ്പോൾ പ്രൊഫൈൽ പിക്കാക്കി വെച്ചിരിക്കുന്നു. എന്തായാലും അത്യന്തം നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറുന്നു. അതിനിടയിൽ ഇപ്പോൾ സ്വാതി മലിവാളിന്റെ പരാതിയിൽ പോലീസ് തുടരന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇതിനിടയിൽ സ്വാതി മലിവാളിനെതിരെ ഒരു പരാതി വിഭവ് കുമാർ നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയിലടക്കം വീഴ്ച ഉണ്ടാക്കാൻ ശ്രമിച്ചു, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന ഒരു പരാതിയാണ് ഇപ്പോൾ വിഭവ് കുമാർ സിവിൽ ലൈൻസ് പോലീസിന് നൽകിയിരിക്കുന്നത്. വിജയകുമാർ. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നതടക്കം ഈ പരാതിയിലുണ്ട്. വിഭവ് കുമാർ മർദ്ദിച്ചെന്ന സ്വാതി മാലിവാളിന്റെ പരാതിയിൽ അന്വേഷണം നടക്കുമ്പോഴാണ് ഈ പുതിയ പരാതി നൽകിയിരിക്കുന്നത്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലും കാവ്യവൽക്കരണത്തിന് നീക്കം നടന്നുവെന്ന് വെളിപ്പെടുത്തൽ. ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ടീം ഇന്ത്യയെ ഓറഞ്ച് ജേഴ്സിയിൽ ഇറക്കാൻ BCCI ശ്രമിച്ചുവെന്നാണ് വിസ്ഡൺ മാസികയിലെ ലേഖനത്തിൽ പറയുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ രാഷ്ട്രീയവത്കരണം എന്ന തലക്കെട്ടിൽ പ്രശസ്ത സ്പോർട്സ് ലേഖിക ശാരദ ഉഗ്ര ക്രിക്കറ്റ് മാഗസീനായ വിസ്ഡണിൽ എഴുതിയ ലേഖനത്തിലാണ് വെളിപ്പെടുത്തൽ. 2023 ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ടീം ഇന്ത്യയെ ഓറഞ്ച് ജേഴ്സിയിൽ ഇറക്കാനായിരുന്നു ശ്രമം.
പാകിസ്ഥാന്റെ പരമ്പരാഗത ജേഴ്സിയായ പച്ചയ്ക്ക് മറുപടി ഓറഞ്ച് എന്ന തരത്തിലാക്കാനായിരുന്നു BJP നേതാവ് അമിത്ഷായുടെ മകൻ ജയ്ഷാ സെക്രട്ടറിയായ BCCIയുടെ ശ്രമമെന്നാണ് വെളിപ്പെടുത്തൽ. മത്സരത്തിന് 2 ദിവസം മുമ്പ് ജേഴ്സികൾ ടീമിന് കൈമാറുകയും ചെയ്തു. എന്നാൽ ഇതിനെതിരെ കളിക്കാരിൽ നിന്ന് തന്നെ എതിർപ്പുയർന്നു. ഹോളണ്ട് ടീമിന്റേതിന് സമാനമെന്ന് ഒരു വിഭാഗം പറഞ്ഞപ്പോൾ ഈ ജേഴ്സി എല്ലാവരെയും ഉൾക്കൊള്ളുന്നതല്ലെന്ന് മറ്റൊരു വിഭാഗം നിലപാടെടുത്തു. ഒടുവിൽ കളിക്കാർക്ക് മുന്നിൽ BCCIക്ക് വഴങ്ങേണ്ടി വന്നു. 2019 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ഇറങ്ങിയത് നീലയും ഓറഞ്ചും കലർന്ന ജേഴ്സിയിലായിരുന്നു. മത്സരശേഷം ആ ജേഴ്സികൾ ലേലത്തിന് വെച്ചപ്പോൾ കിട്ടിയ തുക കുട്ടികളുടെ ക്ഷേമത്തിന് ഉപയോഗിച്ചെന്നും സമാനമായ ഉദ്ദേശത്തിലാണ് ഓറഞ്ച് കുപ്പായം ഇറക്കുന്നതെന്നുമായിരുന്നു BCCI ICCയെ അറിയിച്ചത്. എന്നാൽ BCCIയുടെ ഈ ഉദ്ദേശം അത്ര നിഷ്കളങ്കമല്ലെന്നും ഇന്ത്യ പാക് ഭിന്നത മുതലെടുത്ത് തെരഞ്ഞെടുപ്പിലടക്കം നേട്ടമുണ്ടാക്കാനാണ് BJP ശ്രമിച്ചതെന്നും വിമർശനം വരുന്നുണ്ട്. 2020 ലോകകപ്പിനുള്ള ജേഴ്സിയിൽ ഓറഞ്ച് കലർത്തിയതിൽ വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് മൊത്തത്തിൽ കാവ്യപൂശാൻ ശ്രമിച്ചതിന്റെ വാർത്തകളും പുറത്തുവരുന്നത്. സ്പോർട്സ് ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.